മാർബിൾ നെയിലായിട്ട് തന്നെ നോക്കാം. ഈ നെയിൽ പോളിഷ് എന്തായാലും എനിക്ക് മടുത്ത്, പിന്നെ ഇത് കാണാൻ ഇപ്പം വലിയ ഭംഗിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇത് മാറ്റുമ്പോൾ പുതിയൊരു നെയിലാർട്ട് ചെയ്താലോ എന്ന്. ലാസ്റ്റ് തവണ ഞാൻ നെയിലാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യ് അത് ചെയ്യുന്നല്ല മറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റുന്നൊന്നും ഞാൻ സെലക്ട് ചെയ്തു. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ അത്ര നെയിൽ പോളിഷ് ഇല്ല. എൻ്റെ കയ്യിലുള്ള ബ്ലാക്കും പിന്നെ ഞാൻ പോയിട്ട് ഒരു വൈറ്റ് വാങ്ങിയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ വെറൈറ്റി അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ കുറേ ആളെന്നോട് ചോദിച്ചു നെയിൽ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്, നെയിൽ എങ്ങനെ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ടിപ്സ് എല്ലാം ഉണ്ടോ എന്ന്. അതെല്ലാം ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം. വി ഹാവ് എ മൈനേഴ്സ് പാത്രം, വാസ്ലിൻ, പാനി അഥവാ തണ്ണി, പിന്നെ ഒരു മുള്ളുത്തി. എന്തൊരു ബിൽഡപ്പിനും ആദ്യം എല്ലാ പ്രതീക്ഷയും തകടെ മറിച്ചുകൊണ്ട് കറുത്ത നെയിൽ പോളിഷ് ഒരു തുള്ളി അതിൻ്റെ അകത്ത് വരാൻ കൂട്ടാക്കാൻ തന്നു. ഒട്ട പിടിച്ച് കുറച്ച് അനങ്ങുന്നില്ല. മുന്നോട്ട് വെച്ച കാലിനെ ചെയ്യാണ്ട് പുറകോട്ട് എടുക്കൂലെന്ന് ഞാനും പറഞ്ഞു. പക്ഷേ ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ആ വെള്ളൻ്റെ കൂടെ പച്ച തന്നെ ട്രൈ ചെയ്തു. പച്ചക്കെന്തോ പ്രേതബാധ പിടിച്ച പോലെ തെന്നി പോകുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അവസാനം പുറത്ത് കാണിക്കാൻ പറ്റുന്ന കോലത്തിൽ കുറച്ച് കിട്ടി. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ആ വെള്ള നെയിൽ പോളിഷ് രസമില്ല. അതിനൊരു ശുദ്ധത കുറവുണ്ട്. കറക്റ്റ് വെള്ളമല്ല അത്. ഈ വീഡിയോ കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നേരിട്ടൊരു ലൈറ്റ് വെള്ളം കട്ടിയില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പം കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നാളെ ചിലപ്പോൾ ഞാൻ കളഞ്ഞേക്കും. ഇനി എന്തായാലും ഇപ്പോൾ ഒന്നും മാർബിൾ നെയിലാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നല്ല അലമ്പതിനല്ല. പിന്നെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചുകൊണ്ട് തീർക്കണം എന്നുള്ള വാശിയുള്ളതുകൊണ്ട് ഞാനങ്ങ് തീർത്തോന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ടാറ്റാ.